സൈഡാണ്. ആ ബോർഡൊന്ന് ശ്രദ്ധിച്ച് വെച്ചോളൂ. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് കട്ടാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ടേണിങ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദൂരം നമുക്ക് കുറഞ്ഞു കിട്ടും. ആ വഴി സ്ട്രെയിറ്റ് പോയാലും ഈ വഴി വന്നെത്താം. ഇന്ന് നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്നത് കടമക്കുടി കൂടെയും പിഴല എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ്. കടമക്കുടി എന്ന് പറഞ്ഞത് ഒരു 14 ഐലൻഡ് കൂടിയൊരു തുരുത്തുകളാണ്. അതിൽ ഒരു തുരുത്താണ് പിഴല എന്ന് പറഞ്ഞ സ്ഥലം. ഇപ്പോൾ ടൂറിസം ഭാഗമായിട്ട് ഇപ്പോൾ അത് ഡെവലപ്പായിട്ട് വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ മെയിനായിട്ട് കൃഷികളാണ്. ചെമ്മീൻ കൃഷി, അങ്ങനത്തെ മത്സ്യങ്ങളുടെ കൃഷികൾ, പിന്നെ പൊക്കാളി, റൈസ് കൃഷി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൂടുതലും ചെയ്യുന്നത്. കടമക്കുടിയിൽ നമുക്ക് മഴക്കാലത്ത് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ വരുന്നത് രാവിലെ സമയങ്ങളിലും വൈകുന്നേര സമയങ്ങളിലുമാണ്. ഇവിടെ സൂര്യാസ്തമയം, സൂര്യോദയമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. രാവിലെ സമയങ്ങളിൽ ജോഗിങ്ങിന് വരാനോ സൈക്ലിങ്ങിന് വരാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. നല്ല സീനറിയും നല്ല ബേർഡ് വാച്ചിങ് കാര്യങ്ങളൊക്കെ നടത്താനും നല്ലൊരു ഏരിയയാണ്. കടമക്കുടിയിൽ മാക്സിമം ഒരു 3 to 4 hours സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ വരുന്നവർ രാവിലെയോ വൈകുന്നേരങ്ങളിലോ വരുന്നതാണ് ഏറ്റവും ബെറ്റർ വൈകുന്നേരം വരുന്നതാണ്. ഒരു 3 മണി തൊട്ട് പിന്നെ ഒരു രാത്രി 8 മണി വരെയൊക്കെ ഇവിടെ ഓണാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഇതുപോലെ കുറേ ബോട്ട് സർവീസും കയാക്കിങ്ങും, പിന്നെ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഈ സൈഡിൽ കാണുന്നതെല്ലാം ഫുഡ് കോർട്ടുകളൊക്കെയാണ്. ഇതിപ്പോൾ ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്നതാണ്. ഞാനിതൊരു ഉച്ച സമയത്താണ് പോയത്. ഇതൊക്കെ വൈകുന്നേരം സമയങ്ങളിൽ ഓപ്പൺ ആയിരിക്കും. കടമക്കുടിയിൽ വന്നിട്ട് അവിടെ നമ്മൾ ഏത് വാഹനത്തിലാണോ വന്നത് ആ വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഒന്ന് ചുറ്റും നടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇവിടെ നടന്ന് കാണാനാണ് ഭംഗി. ഈ ഏരിയയിൽ ഫിഷിങ്ങിന് പറ്റിയ കുറേ സ്പോട്ടുകളുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതിന് പറ്റിയ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും. ഈ കാണുന്ന ഏരിയയിലെ കൂടിയൊക്കെ കയാക്കിങ്ങും ബോട്ടിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഈ ഏരിയയിൽ കുറേ ബോട്ടിങ്ങും കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ റേറ്റുകളൊക്കെ വ്യത്യാസമാണ്. 15 പേർക്കൊക്കെ വരെ മാക്സിമം പോകാൻ പറ്റിയ ബോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഈ കാണുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3000 രൂപ ഒക്കെയാണ് 15 പേർക്ക്. പിന്നെ സീസണിൽ അത് ചേഞ്ച് ആവും. ഇവിടെയാണ് കയാക്കിംഗ് ഒക്കെ നടത്തുന്നത്. നമുക്ക് ഈവനിങ് ടൈമിൽ വന്നാൽ ഇവിടെ കയാക്കിംഗ് ഒക്കെ ചെയ്ത് കണ്ടൽക്കാടുകളും അങ്ങനത്തെ ഏരിയകളിലൊക്കെ പോകാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയ വഞ്ചികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 പേർക്കൊക്കെ വെച്ച് പോകാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു വഞ്ചിയിൽ പോകുന്നതാണ്, പേടിയില്ലെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് മാക്സിമം അകത്തേക്ക്, അതായത് കണ്ടൽക്കാടുകളുടെ അകത്തേക്കൊക്കെ പോകാൻ പറ്റും. ബോട്ട് സർവീസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനം ടാഗ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നേരത്തെ ബുക്കൊക്കെ ചെയ്തിട്ട് വരാവുന്നതാണ്. കയാക്കിങ്ങിൻ്റെയും ഞാൻ ടാഗ് ചെയ്തേക്കാം. ഈ ഏരിയയിലാണ് ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് കൂടുതലും ഈവനിങ് ടൈമിലാണുള്ളത്. ഈവനിങ് ആകുമ്പോഴത്തേക്കും
സൺസെറ്റൊക്കെ കാണാനും ഒക്കെ ബോട്ടിങ്ങിൽ പോയി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. ഈ കാണുന്ന ബോട്ടാണ് 15 പേർക്കൊക്കെ പോകാൻ പറ്റിയത്. ഇതിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 മണിക്കൂറത്തെ ഒരു സർവീസ് ഉണ്ട്. അതിൽ ലഞ്ച് ഒരു ദ്വീപിൽ കൊണ്ടുപോയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ലഞ്ചൊക്കെ ആയിട്ടൊരു പാക്കേജൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇട്ടേക്കാം. ഇതിലെ കൂടി നമുക്ക് കുറേ അങ്ങോട്ട് നടക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ക്ലോസ്ഡാണ്. ഈവനിങ് ടൈമിൽ ഇത് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിന് ചുറ്റും ഈ തുരുത്തിന് ചുറ്റും നടന്ന് പോകാവുന്നതാണ്. ഈ ഏരിയയിൽ കുറേ ഈ ചിറകളാണുള്ളത്. ചിറകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബണ്ട് പോലെ വെള്ളം തടഞ്ഞു നിർത്തി വെള്ളം കയറുമ്പോൾ മത്സ്യകൃഷിയിലേക്ക് വെള്ളം കയറാതിരിക്കാനും അങ്ങനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്ന സ്ഥലങ്ങൾ കുറേയാണ്. ഈ കാണുന്ന ഷോപ്പുകളെല്ലാം വൈകുന്നേരം ഓപ്പൺ ആവും. എല്ലായിടത്തും നാടൻ ഭക്ഷണങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. കപ്പ, മീൻകറി, അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ സീ ഫുഡ് ഐറ്റംസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഈ ഏരിയയിൽ കുറേ ഹോട്ടൽസ് ഉണ്ട് സീ ഫുഡിന് പറ്റിയത്. ഈ ചേട്ടന്മാർ കുളിക്കാറില്ല കേട്ടോ, മീൻ തപ്പിപ്പിടിക്കുകയാണ്. ഇങ്ങനത്തെ കുറേ കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ കാണുന്ന കണ്ടൽക്കാടുകളുണ്ടോ, ഇതിൽ കൂടിയൊക്കെ നമുക്ക് വഞ്ചിയിലും ബോട്ടിലൊക്കെ വരാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അവർ കൊണ്ടുപോകും. അത് ഓരോ ബോട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഓരോ റേറ്റാണ്. അതിവിടെ വന്നു കഴിഞ്ഞാൽ അവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സൺസെറ്റൊക്കെ കാണാനാണെങ്കിൽ ആ ഒരു ടൈമിൽ ബോട്ട് സർവീസ് എടുത്ത് പോവുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. കടമക്കുടിക്ക് വരാൻ എളുപ്പമാണ്. മാപ്പ് ഇട്ടിട്ട് വന്നാൽ മതി. എന്നാലും ഞാൻ ചെറിയൊരു ഗൈഡ് ലൈൻസ് എന്ന രീതിയിൽ പറയാം. നേരെ നമ്മൾ വരാപ്പുഴ വരിക. വരാപ്പുഴ മാർക്കറ്റിലേക്ക് കയറുന്ന വഴി കയറുക. അവിടെ നിന്ന് ലെഫ്റ്റ് പോവുക. ലെഫ്റ്റ് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബോട്ട് ജെട്ടിക്ക് മുന്നേ ആയിട്ട് റൈറ്റിലേക്കൊരു വഴിയുണ്ട്. ആ വഴി അകത്തേക്ക് നേരെ പോയാൽ മതി. നേരെ പോയി കഴിഞ്ഞാൽ എത്തുന്നത് കടമക്കുടിയിലേക്കാണ്. കടമക്കുടിക്ക് വാട്ടർ മെട്രോ സർവീസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ബോട്ട് ജെട്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയും കടമക്കുടിക്ക് വരാവുന്നതാണ്. ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം കടമക്കുടിക്ക് വന്നു കഴിഞ്ഞാൽ ടീയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഒരു
7 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും റിട്ടേൺ പോവാം. ആ ഒരു ടൈമാണ് ഏറ്റവും ബെറ്റർ. ഫാമിലിയും കിഡ്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ വരുന്ന വഴിക്ക് തന്നെ ഒരു ബ്ലൂ ബസാർ എന്ന് പറഞ്ഞ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അവിടെ ഒരു എക്സോട്ടിക് ബേർഡ് പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കൊക്കെ ഉണ്ട്. അവിടെ എക്സോട്ടിക് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് വരാവുന്നതാണ്. അടുത്ത നമ്മൾ റൈഡ് ചെയ്യാൻ പോകുന്നത് പിഴലയിലേക്കാണ്. പിഴല എന്ന് പറഞ്ഞതും ഒരു തുരുത്ത് തന്നെയാണ്. കടമക്കുടിയിൽ അണ്ടറിൽ വരുന്ന വേറൊരു തുരുത്താണ്. പിഴലയിലുള്ളതും കടമക്കുടിയിലുള്ളതൊക്കെ പോലെ തന്നെയാണ്. ബോട്ട് സർവീസും ഫുഡ് കോർട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. ഇവിടെയാണെങ്കിൽ പെഡൽ ബോട്ടൊക്കെ അവൈലബിളാണ്. കയാക്കിങ്ങും ഉണ്ട്. അങ്ങനെ തുരുത്ത് ഏരിയയിലുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്. അതൊക്കെ ഈവനിങ് ടൈമിൽ തന്നെ വന്നിട്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ റൈഡ് ചെയ്യുന്നത് റോഡ് വഴിയാണ്. അതായത് കടമക്കുടിയിൽ നിന്ന് വരാപ്പുഴ വഴി തന്നെ കൃത്യം വന്നിട്ട് നമ്മൾ കണ്ടെയ്നർ റോഡിൽ കൂടി കയറിയിട്ട് ആണ് ഇപ്പോൾ റൈഡ് ചെയ്യുന്നത്. അല്ലാതെയും നമുക്ക് ജങ്കാർ സർവീസുകൾ അവൈലബിളാണ് കടമക്കുടിയിൽ നിന്ന്. ആ വഴിയും വേണമെങ്കിൽ വരാം. ഈവനിങ് ടൈമിൽ ഈ കണ്ടെയ്നർ റോഡിൽ കൂടിയും റൈഡ് ചെയ്യാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അവിടെയും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് സീനറീസും കുറേ വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റിലേക്ക് ടേണിങ് എടുത്ത് കഴിയുമ്പോൾ ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റും. ഇതാണ് പിഴല മൂലംപള്ളി ബ്രിഡ്ജ്. ഇത് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ തുറന്നിട്ട്. അതുവരെ ഇവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് കടമക്കുടി ചരിയൻ തുരുത്ത്. ഇത് പിഴലയുടെ അകത്ത് തന്നെയാണ്. ഇവിടെയും ഒരു ജങ്കാർ സർവീസ് ഉണ്ട്. ഇതുപോലെ ഒരു കാറും ബൈക്കുകളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാവുന്നതാണ്. സർവീസും എപ്പോഴും ഉള്ളതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് കടമക്കുടിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷൻ. ഇവിടെ നിന്നും വാട്ടർ മെട്രോമുണ്ട്, ജങ്കാർ സർവീസും അവൈലബിളാണ്. ഇത് നേരെ വരുന്നത് പാലിയം തുരുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള റോഡ് ജെട്ടിയിലേക്കാണ്.
മഴക്കാലം മിസ്സാക്കണ്ട. ഈ മഴക്കാലത്ത് തന്നെ കടമക്കുടിക്ക് വന്നിട്ട് എല്ലാവരും എൻജോയ് ചെയ്തോളൂ.